എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് ക്ലാസ്സുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയി. പിന്നെ നമ്മളുടെ ഫാമിലി കുറച്ചുകൂടെ വലുതായി. അപ്പോൾ ഇന്ന് ക്ലാസ് ചെയ്യുമ്പോൾ അത്രത്തോളം സന്തോഷത്തോടാണ്. കാരണം നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലി ഇന്ന് 40Kയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരോടും അതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അപ്പോൾ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ദിവസം നമുക്ക് ക്ലാസ്സുകളില്ലാഞ്ഞപ്പോൾ ഒരുപാട് പേര് അന്വേഷിച്ചു. ഇപ്പോൾ മെയിലായിട്ടും മെസ്സേജായിട്ടും ഒക്കെ അന്വേഷിച്ചു, മിസ്സേ എന്താ ക്ലാസ് ഇല്ലാത്തത്, എന്തു പറ്റി എന്നൊക്കെ. അപ്പം എല്ലാവരുടെയും സ്നേഹം ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ എന്താ പറയുക, എന്നും പറയുന്ന പോലെ തന്നെ ഒത്തിരി സന്തോഷവും സ്നേഹവും ഒക്കെയുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മുടെ ക്ലാസ് കണ്ടിട്ട് ഒരുപാട് പേര് പുതിയ ലാപ്ടോപ്പും കാര്യങ്ങളും ഒക്കെ വാങ്ങി. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളൊരു ലാപ്ടോപ്പ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർക്ക് പ്രത്യേകിച്ച് അതിൽ നിന്നും ഒന്നും കിട്ടത്തില്ല. സോ സ്കിപ്പ് ചെയ്ത് പോക്കോളൂ, കുഴപ്പമില്ല. അപ്പം പുതിയതായിട്ട് ലാപ്ടോപ്പ് വാങ്ങിയവർക്ക് നമ്മൾ പറയുമല്ലോ എപ്പോഴും, അതായത് ഒന്നും അറിയാത്തവർ, കമ്പ്യൂട്ടറിനെ പറ്റിയും ഒക്കെ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്കത് വളരെ ഹെൽപ്ഫുള്ളാവും ഈ ഒരു ക്ലാസ്. അപ്പോൾ ലാപ്ടോപ്പിലെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസൊക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ടും ഒക്കെ അറിയിക്കുക. എല്ലാവരുടെയും കമൻസും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. സമയം പോലെ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നമുക്കപ്പോൾ ഡയറക്റ്റ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് എങ്ങനെ നമ്മുടെ ലാപ്ടോപ്പ് ഓൺ ആക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മളിത് ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ പറയുന്നതും ഒന്നും അറിയാത്ത, കമ്പ്യൂട്ടറിനെ പറ്റി ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു HP-യുടെ ലാപ്ടോപ്പാണ്. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഓണാക്കാമെന്ന് നോക്കാം. അപ്പം നമ്മൾ പറയുന്നതിന് മുൻപേ നമുക്കറിയാം, ഏതൊരു ഇലക്ട്രോണിക് സാധനം ഓണാക്കണമെങ്കിലും അതിനൊരു സ്വിച്ച് ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിന് നമുക്ക് ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ആ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഓണായി വരത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഈ ലാപ്ടോപ്പിനെ നമുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഇവിടെ ഇതിപ്പോൾ നമുക്ക് ക്യാമറയിൽ അത്ര ഇതായിട്ട് കാണാത്തതാണ്. നമുക്കിതിൻ്റെ ഈ സെൻറ്റർ പോർഷനിൽ ഒരു ചെറിയൊരു ഇച്ചിരി കട്ടി കൂടിയ ഭാഗം കാണാം. അപ്പോൾ അത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ പൊക്കുന്ന ഉടനെ ഇത് ഓപ്പണായി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പ് ഓൺ ആക്കുന്നതെന്ന്. അപ്പം നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പ് അല്ല, ഏതൊരു ലാപ്ടോപ്പ് ആണെങ്കിലും നമ്മൾ ഓൺ ആക്കുന്ന സെയിം പ്രൊസീജിയറാണ്. പിന്നെ അതിൻ്റെ ബട്ടണിൽ ചെറിയ വ്യത്യാസം, ചിലപ്പോൾ ഓരോ കമ്പനി അനുസരിച്ച് അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ വ്യത്യാസം വരും എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പം നമുക്ക് ഓൺ ചെയ്യാനായിട്ട് നമ്മുടെ ഇതിൻ്റെ ബിൽറ്റ് ഇൻ കീബോർഡ് ഇവിടെ കാണാം. അതിൻ്റെ തൊട്ട് മുകളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പവർ ബട്ടൺ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് പവർ ബട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഓൺ ആക്കണമെങ്കിൽ ഈ പവർ ബട്ടൺ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുക. കാരണം ഏതൊരു ഡിവൈസ് ആയിക്കോട്ടെ, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് അത് ഓണായി വരാൻ ഒരു ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ ഓണായി വരും. അപ്പം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു, പ്രോസസ്സിങ് നടക്കുവാണ്. നമ്മുടെ HP-യുടെ ലാപ്പാണ്. അതിങ്ങനെ പ്രോസസ്സിങ് നടന്ന് ഓണായി വരുവാണ്. അപ്പോൾ ഇച്ചിരി ഒരു ടൈം എടുക്കും. ഒരുപാട് ടൈമൊന്നുമില്ല, എങ്കിലും ഒരു 2-3 മിനിറ്റ് സമയം എടുക്കും. അതിനുശേഷം നമ്മുടെ സിസ്റ്റം ഇങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലാപ്ടോപ്പ് ഓൺ ആക്കുന്നതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. എല്ലാ സിസ്റ്റത്തിലും സെയിം ആയിരിക്കും. ഇപ്പം നമ്മുടെ സിസ്റ്റത്തിലെ പവർ ബട്ടൺ ഇങ്ങനെ നീളത്തിലാണ് ഇരിക്കുന്നത്, ചിലപ്പോൾ മറ്റ് സിസ്റ്റത്തിലെ റൗണ്ടിലായിരിക്കും എന്നൊക്കെയുള്ള വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ഓണായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കുവാണെങ്കിൽ ഇതാണ് ലാപ്ടോപ്പിൻ്റെ ബിൽറ്റ് ഇൻ കീബോർഡ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കീബോർഡ് യൂസ് ചെയ്യാം. ഇനി ഇത് വേണ്ട, നമുക്ക് എക്സ്റ്റേണലായിട്ടൊരു കീബോർഡ് മേടിച്ച് കണക്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. നമ്മൾ മൗസിന് പകരം ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു ടച്ച് പാഡാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈ മൂവ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് സ്ക്രീനിൽ മൗസ് പോയിൻ്റർ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ മൂവ് ആവുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ മൗസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ടച്ച് പാഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എക്സ്റ്റേണലായിട്ട് നമുക്ക് മൗസ് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു മൗസ് ഉണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കാൻ എളുപ്പത്തിന് ഒരു മൗസ് നമ്മൾ
എക്സ്റ്റേണൽ ആയിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൗസ് കണക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇതാണ് നമ്മൾ ലാപ്ടോപ്പ് ഓൺ ആക്കുന്ന ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ലാപ്ടോപ്പ് ഓൺ ആക്കണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു പവർ ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തൊരു 2-3 മിനിറ്റിനുള്ളിൽ അത് ഓണായി വരും. അപ്പോൾ ഇതാണ് ലാപ്ടോപ്പ് ഓൺ ആക്കുന്നതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. എല്ലാ സിസ്റ്റത്തിലും സെയിം ആയിരിക്കും. ഇപ്പം നമ്മുടെ സിസ്റ്റത്തിലെ പവർ ബട്ടൺ ഇങ്ങനെ നീളത്തിലാണ് ഇരിക്കുന്നത്, ചിലപ്പോൾ മറ്റ് സിസ്റ്റത്തിലെ റൗണ്ടിലായിരിക്കും എന്നൊക്കെയുള്ള വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ഓണായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കുവാണെങ്കിൽ ഇതാണ് ലാപ്ടോപ്പിൻ്റെ ബിൽറ്റ് ഇൻ കീബോർഡ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കീബോർഡ് യൂസ് ചെയ്യാം. ഇനി ഇത് വേണ്ട, നമുക്ക് എക്സ്റ്റേണലായിട്ടൊരു കീബോർഡ് മേടിച്ച് കണക്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. നമ്മൾ മൗസിന് പകരം ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു ടച്ച് പാഡാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈ മൂവ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് സ്ക്രീനിൽ മൗസ് പോയിൻ്റർ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ മൂവ് ആവുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ മൗസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ടച്ച് പാഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എക്സ്റ്റേണലായിട്ട് നമുക്ക് മൗസ് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു മൗസ് ഉണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കാൻ എളുപ്പത്തിന് ഒരു മൗസ് നമ്മൾ എക്സ്റ്റേണലായിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൗസ് കണക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇതാണ് നമ്മൾ ലാപ്ടോപ്പ് ഓൺ ആക്കുന്ന ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഓൺ ആക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇങ്ങനെയാണ് ഓപ്പണിംഗ് സ്ക്രീൻ കാണുന്നത്. അപ്പം നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിൻഡോസ് 11 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു സിസ്റ്റം വർക്ക് ആകണമെങ്കിൽ ഒരു OS ഉണ്ടെങ്കിലേ മതിയാകും. അതായത് കമ്പ്യൂട്ടർ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, അതിന്റെ കാര്യങ്ങൾ എല്ലാം ഡിസൈഡ് ചെയ്യുന്ന ഒരാളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് ഒരു സിസ്റ്റത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ആളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെറും ഒരു ബോക്സ് മാത്രമാണ്. അതുകൊണ്ട് നമുക്കൊരു യൂസും ഇല്ല. അപ്പൊ നമ്മുടെ ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിൻഡോസ് 11 ആണ്. അപ്പൊ വിൻഡോസ് 11 എങ്ങനെ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാല് ജസ്റ്റ് ഈ കാണുന്ന ഒരു അപ്പിയറൻസ്, ഈ കാണുന്ന ഈ ഒരു ലോഗോ ജസ്റ്റ് ഒന്ന് നോക്കുക, വിൻഡോസ് 11ന്റെ ആണ്. അപ്പൊ അതുപോലെ തന്നെ വ്യത്യാസം എന്താന്ന് വെച്ചാല് നമുക്ക് ഇവിടെ നോക്കിക്കഴിയുമ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ഈ ഒരു സെന്ററിലും അല്ല എന്നാൽ സൈഡിലും അല്ല, ഈ കാണുന്നതാണ് സ്റ്റാർട്ട് ബട്ടൺ. അപ്പം വിൻഡോസ് 7 ഒക്കെ യൂസ് ചെയ്തവർക്കറിയാം 7ലെ സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറഞ്ഞാല് ഏറ്റവും സൈഡിലായിരുന്നു. അപ്പൊ വിൻഡോസ് 11 ആയപ്പം നമുക്കത് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി വന്നു. അപ്പൊ ഈ സ്റ്റാർട്ട് ബട്ടൺ എന്താന്ന് വെച്ചാല് പിന്നീട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോഗ്രാംസിനെ ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിലും ആക്സസ് ചെയ്യണമെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ബട്ടൺ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ ഈ ഒരു സ്ക്രീനിലും കാണാം, അല്ലാതെ എല്ലാ പ്രോഗ്രാംസിനെയും നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ കൂടാണ് നമുക്ക് പറ്റുന്നത്. അപ്പൊ അതാണ് ഈ സ്റ്റാർട്ട് ബട്ടന്റെ ഉപയോഗം എന്ന് പറയുന്നത്. വിൻഡോസ് 11 ആകുമ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ഇതാണ്. ഇനിയിപ്പോ ഞാൻ വിൻഡോസ് 7 ഒന്ന് കാണിച്ചു തരാം. അപ്പൊ 7ന്റെ ഒരു പിക്ചർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് വിൻഡോസ് 7ന്റെ സ്ട്രക്ചർ. നമ്മൾ വിൻഡോസ് 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ സ്ക്രീൻ കാണുന്നത്. ഇപ്പൊ നമ്മൾ വിൻഡോസ് 11 കണ്ടതുപോലെ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അപ്പൊ ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാർട്ട് ബട്ടന്റെ ഷേപ്പിലും ഒരു വ്യത്യാസമുണ്ട്. 7 ആയപ്പം ഒരു റൗണ്ട് ഷേപ്പ് ആണ്, 11 ആയപ്പം ഒരു 4 ബോക്സസ് പോലെ വന്നു. അപ്പൊ നമ്മൾ ഇവിടുന്നാണ് ഈ ഒരു സ്റ്റാർട്ട് ബട്ടണിൽ നിന്നാണ് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇതാണ് വിൻഡോസ് 7 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 7ന്റെ ഒരു സിമ്പിൾ ഈ കാണുന്ന ഇതാണ്. സ്റ്റാർട്ട് ബട്ടൺ ലെഫ്റ്റ് സൈഡിലും വരും. ഇനി അടുത്ത നമുക്ക് വിൻഡോസ് 10 ഒന്ന് നോക്കാം. വിൻഡോസ് 10 എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും 10ന്റെ അപ്പിയറൻസ്. സ്റ്റാർട്ട് ബട്ടൺ ഈ സൈഡിൽ തന്നെ ആയിരിക്കും, പക്ഷെ അതിനകത്തൊരു ചെറിയൊരു വ്യത്യാസം നമുക്ക് സ്റ്റാർട്ട് ബട്ടണിൽ കാണാം. ചരിഞ്ഞിരിക്കുന്ന ഒരു 4 ബോക്സസ് പോലെയുള്ള ഒരു കാര്യമാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മൾ വിൻഡോസ് 10 ഉള്ള സിസ്റ്റം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സ്ക്രീൻ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ വിൻഡോസ് 11. അപ്പൊ വലിയ ഈ വേർഷനിലൊന്നും അതായത് OS-ലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ 7 കാണിച്ചു, സ്റ്റാർട്ട് ബട്ടൺ കണ്ടു, 11 കാണിച്ചു, സ്റ്റാർട്ട് ബട്ടൺ കണ്ടു. അപ്പൊ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്താണ് അതിന്റെ പൊസിഷൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇച്ചൂടെ മുന്നോട്ട് മാറി. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഷേപ്പില് റൗണ്ട് ആയിരുന്നത് സ്ക്വയർ ആയിട്ട് മാറി, 4 സ്ക്വയർ ബോക്സസ് പോലെ ആയി. അപ്പൊ എല്ലാം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.
വേർഷൻ മാറുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ചിലപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിൽ അതിന്റെ അപ്പിയറൻസിലുള്ള വ്യത്യാസം, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഞങ്ങൾ വിൻഡോസ് 7 പഠിച്ചത്. അപ്പൊ നമുക്ക് വിൻഡോസ് 11 ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു സിസ്റ്റം മേടിച്ചാൽ ലാപ്ടോപ്പ് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവാം. ഒരുപാട് പേരുടെ കമന്റ്സും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരമാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മൾ 7 പഠിച്ചാലും 8 പഠിച്ചാലും ഒക്കെ എല്ലാം സെയിം ആണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് അത് യൂസ് ചെയ്യാൻ നമുക്ക് അറിയാം. ഇപ്പൊ വിൻഡോസ് 7 പഠിച്ചത് 11 ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റും. കാരണം അതിനകത്ത് 7 കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇതിനകത്ത്. പിന്നെ ചിലപ്പം ചിത്രങ്ങൾ അതിന്റെ ഇമേജിലും അതിന്റെ പൊസിഷനിലും ഒക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അത് നമ്മൾ 2 ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾക്കതങ്ങ് മനസ്സിലാകും. ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഈ സിസ്റ്റം ഒക്കെ ഓണാക്കി നമ്മൾ ഈ ആദ്യം കാണുന്ന സ്ക്രീനിന് ഒരു പേര് പറയും. അതെന്താന്ന് നമുക്ക് നോക്കാം. അതിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ്. അതായത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കമ്പ്യൂട്ടർ ഓൺ ആയി വരുന്ന ഈ ആദ്യം കാണുന്ന ഈ സ്ക്രീൻ, നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീൻ, ഓപ്പണിംഗ് സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ്. അപ്പൊ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ വേണം ഓപ്പണിംഗ് സ്ക്രീൻ ഓഫ് വിൻഡോസ്. അതായത് വിൻഡോസിന്റെ ഓപ്പണിംഗ് സ്ക്രീൻ, നമ്മൾ സിസ്റ്റം ഓൺ ആയി വരുന്ന ഈ കാണുന്ന സ്ക്രീൻ, ഓപ്പണിംഗ് സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ്. ഇനിയിപ്പോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, നമുക്ക് ഈ ഡെസ്ക്ടോപ്പില്, അപ്പൊ ഡെസ്ക്ടോപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരണം ഓപ്പണിംഗ് സ്ക്രീൻ ആണ്. അപ്പൊ ഈ ഡെസ്ക്ടോപ്പിൽ ഒരുപാട് സ്മോൾ പിക്ചേഴ്സ് നമുക്ക് കാണാം. അതായത് നമ്മളിപ്പോ സിസ്റ്റം വാങ്ങുമ്പോൾ തന്നെ അതിനകത്ത് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള കുറെ സ്മോൾ പിക്ചേഴ്സ് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് വൺ ഇവിടെ HP ലാപ്പ് ആയതുകൊണ്ട് HP എന്നുണ്ട്, ദിസ് PC, റീസൈക്കിൾ ബിൻ, ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, മൈക്രോസോഫ്റ്റ് എഡ്ജ്, VLC മീഡിയ പ്ലെയർ, പിന്നെ എക്സൽ, KM പ്ലെയർ, അങ്ങനെ ഇതെല്ലാം ഞാൻ ഈ സിസ്റ്റം മേടിച്ചപ്പോൾ തന്നെ ബിൽറ്റ് ഇൻ ആയിട്ട് ഇതിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഞാനെന്നല്ല, നമ്മൾ ആര് മേടിച്ചാലും ഇതിനകത്ത് ഈ കാണുന്ന ദിസ് PCയും റീസൈക്കിൾ ബിന്നും മസ്റ്റ് ആയിട്ടും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പറയാൻ വന്നത്, ഈ ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഈ സ്മോൾ പിക്ചേഴ്സ്, അതായത് ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഈ സ്മോൾ പിക്ചേഴ്സിന് പറയുന്ന പേരാണ് ഐക്കൺ. അപ്പൊ ഈ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാലും ഐക്കൺ എന്ന് പറഞ്ഞാലും നമ്മുടെ കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളത് മറന്നു പോകാൻ പാടില്ല. അപ്പം ഡെസ്ക്ടോപ്പ് എന്താന്ന് ചോദിച്ചാൽ ഓപ്പണിംഗ് സ്ക്രീൻ ആണ്. അതുപോലെ തന്നെ ഐക്കൺ എന്താന്ന് ചോദിച്ചാല് ഈ ഡെസ്ക്ടോപ്പിൽ കാണുന്ന സ്മോൾ പിക്ചേഴ്സ്, അതായത് ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ പിക്ചേഴ്സ്, ചെറിയ ചെറിയ ചിത്രങ്ങൾക്ക് പറയുന്ന പേരാണ് ഐക്കൺ. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ദിസ് PC എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു ചെറിയ ചിത്രമുണ്ട്. അതുപോലെ തന്നെ റീസൈക്കിൾ ബിന്നിനെ റെപ്രസെന്റ് ചെയ്യാനുണ്ട് ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, മൈക്രോസോഫ്റ്റ് എഡ്ജ്. അപ്പൊ ഇതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ ചെറിയൊരു പിക്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിന് പറയുന്ന പേരാണ് ഐക്കൺ എന്ന് പറയുന്നത്. അപ്പൊ ഡെസ്ക്ടോപ്പ് കഴിഞ്ഞു, ഐക്കൺ കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഈ താഴത്തെ പോർഷൻ ആണ്. ഈ താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ താഴത്തെ പോർഷന്റെ പേര്, ഈ ഒരു പോർഷൻ തൊട്ട് ഇവിടെ വരെ നമുക്ക് ടാസ്ക് ബാർ എന്ന് പറയാം. അപ്പൊ താഴത്തെ ഏറ്റവും ബോട്ടത്തിൽ പറയുന്ന പേരാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. ഇനിയും ടാസ്ക് ബാറിന്റെ റൈറ്റ് സൈഡിലോട്ട് നമുക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു കുറച്ച് ഭാഗം കാണാൻ പറ്റും. അതായത് ടൈം ഉണ്ട്, ഡേറ്റ് ഉണ്ട്, നമ്മുടെ ചാർജർ, ബാറ്ററി ചാർജ്, അതുപോലെ സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു പോർഷനെ നമ്മൾ സിസ്റ്റം ട്രേ എന്ന് പറയും. സിസ്റ്റം ട്രേയിൽ നമുക്ക് സമയം കാണാം, അതുപോലെ തന്നെ ഡേറ്റ് കാണാം, ബാറ്ററി ചാർജും കാര്യങ്ങളും, വോളിയം കൺട്രോള്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ റൈറ്റ് സൈഡിലെ പോർഷന് പറയുന്ന പേര് സിസ്റ്റം ട്രേ എന്നാണ്. സിസ്റ്റം ട്രേയിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കിത് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം. ടൈം ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ചാർജറിന്റെ പെർസെന്റേജും കാര്യങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ വോളിയം കൺട്രോളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഡെസ്ക്ടോപ്പ് എന്താണെന്നാണ്. ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ സിസ്റ്റം ഒക്കെ ഓൺ ചെയ്ത്, ഇപ്പൊ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, അതായത് നമ്മുടെ ടേബിളിൽ ഇരിക്കുന്ന ഒരു സ്ക്രീനും സ്ക്രീനും CPU, കീബോർഡും മൗസും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ. അപ്പൊ അതും ആയിക്കോട്ടെ, ഇതിൽ ഏതാണെങ്കിലും നമ്മൾ ഓൺ ആക്കി ഈ ഓപ്പൺ ആയി വരുന്ന ഈ സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ്. സിംപ്ലി പറയുവാണെങ്കിൽ ഓപ്പണിംഗ് സ്ക്രീൻ, അതാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഐക്കൺ. ഐക്കൺ എന്താന്ന് ചോദിച്ചാല് നമ്മൾ ഈ ഡെസ്ക്ടോപ്പിൽ നോക്കി കഴിയുമ്പം ചെറിയ ചെറിയ പിക്ചേഴ്സ് കാണാൻ പറ്റും. അതായത് ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ പിക്ചേഴ്സ്. സിംപ്ലി പറയുവാണെങ്കിൽ
സ്മോൾ പിക്ചേഴ്സ് സീൻ ഓൺ ദി ഡെസ്ക്ടോപ്പ്. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കാണുന്ന ചെറിയ ചെറിയ ചിത്രങ്ങൾക്ക് പറയുന്ന പേരാണ് ഐക്കൺ. പിന്നെ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞ കാര്യം, നമ്മുടെ ഈ ഡെസ്ക്ടോപ്പിന്റെ താഴത്തെ പോർഷൻ ടാസ്ക് ബാർ എന്ന് പറയും. ഈ ഒരു പോർഷന്റെ പേര് ടാസ്ക് ബാർ ആണ്. അതുപോലെ തന്നെ ടാസ്ക് ബാറിന്റെ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു പോർഷന്റെ പേര് സിസ്റ്റം ട്രേ എന്നാണ്. അതായത് സിസ്റ്റം ട്രേയിൽ ടൈം ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ചാർജർ ഉണ്ട്, വോളിയം കൺട്രോൾ, അതായത് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് സ്ക്രീനിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനം. ഇനിയിപ്പോ നമ്മുടെ സിസ്റ്റത്തില് ഡെസ്ക്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും സിസ്റ്റത്തിൽ നമുക്ക് ഈ ഒരു ദിസ് പി സി എന്ന് പറയുന്നതും അതുപോലെ റീസൈക്കിൾ ബിന്നും കാണും. അതുപോലെ നമ്മളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഡെസ്ക്ടോപ്പിൽ തന്നെ കാണാൻ പറ്റും. അപ്പൊ ഈ ഡെസ്ക്ടോപ്പിൽ നിന്നും നമുക്ക് അതിനെ ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ട് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാംസിനെയൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് MS വേർഡ് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ഈ ഒരു ഡെസ്ക്ടോപ്പിൽ തന്നെ MS വേർഡിന്റെ ഒരു ഐക്കൺ കാണാൻ പറ്റുന്നുണ്ട്. ഐക്കൺ എന്ന് പറഞ്ഞാൽ സ്മോൾ പിക്ചർ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇനി MS വേർഡ് എന്നുള്ളതിന്റെ ജസ്റ്റ് അതിന്റെ മുകളിലോട്ട് വെക്കുക. അപ്പൊ വെച്ച് കഴിയുന്ന ഉടനെ നമുക്ക് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പം ജസ്റ്റ് അത് സെലക്ട് ആകത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഏതൊരു സാധനം ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഡബിൾ ക്ലിക്ക് എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഇങ്ങനെ അതേലോട്ട് കൊണ്ടുവച്ചു, അതിനുശേഷം അടുപ്പിച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ 2 തവണ പ്രസ് ചെയ്യണം. ഇപ്പൊ ഞാൻ 2 തവണ പ്രസ് ചെയ്തപ്പോഴാണ് MS വേർഡ് ഓപ്പൺ ആയി വന്നത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും ഒരു കാര്യം സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അത് ഓപ്പൺ ആകത്തില്ല. അതിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ മൗസ് ഇങ്ങനെ അതേ തന്നെ ആണല്ലോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിലോട്ട് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യണം. അന്നേരം ആ ഒരു പേജ് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ അത് ഓപ്പൺ ആയി വരും. അപ്പൊ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു പിക്ചർ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ആ ഒരു പിക്ചർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിലോട്ട് കൊണ്ടുവച്ച് 1 തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആകത്തില്ല. ഓപ്പൺ ആകണമെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യണം. അപ്പൊ ഈ പിക്ചർ പോലെ കാണുന്നതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് മൗസ് വെച്ചാൽ മതി. അപ്പൊ ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നുമില്ല. ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ഓപ്പൺ ചെയ്യുന്നതിനും മറ്റൊരു മെത്തേഡും കൂടെ ഉണ്ട്. ജസ്റ്റ് അതും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഡബിൾ ക്ലിക്ക് വഴി ഓപ്പൺ ചെയ്യുന്നതാണ്. ഇനിയിപ്പം ജസ്റ്റ് നമ്മൾ മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ജസ്റ്റ് ഞാനിങ്ങനെ മൗസ് വെച്ചു, മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തതേ ഉള്ളൂ. ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണണമെങ്കിൽ അതിന് റൈറ്റ് ബട്ടണിലാണ് ഉള്ളത്. അപ്പൊ ജസ്റ്റ് ഞാൻ ഒരു ഫയലിലോട്ട് മൗസ് വെച്ചു, അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അപ്പൊ ഇതിനകത്തെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഓപ്പൺ ആണ്. അപ്പൊ ഇങ്ങനെയും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതിനെ ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. ഈ ഓപ്പൺ എന്നുള്ളത് ഇവിടെ മുതൽ ഇത്രയും ഉണ്ട്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ ചെയ്തത്, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ 1 തവണ പ്രസ് ചെയ്തു. അപ്പൊ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ കാണിച്ചു തരാം. നമുക്ക് ഏതൊരു കാര്യമായിക്കോട്ടെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിലോട്ട് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തെ ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് കാണുന്നത് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ജസ്റ്റ് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ഓപ്പൺ എന്നുള്ളതിന്റെ എവിടെയെങ്കിലും വെക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട്, നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്ന 2 സ്റ്റെപ്പ്. ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഡബിൾ ക്ലിക്ക് ആണ്. അതായത് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് ഏതാണോ ഓപ്പൺ ചെയ്യേണ്ടത് അതേലോട്ട് വെച്ചു. ഇപ്പൊ നമ്മൾ റീസൈക്കിൾ ബിന്നിലോട്ട് കൊണ്ടുവച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം റീസൈക്കിൾ ബിൻ ഓപ്പൺ ആയി. ഇനിയിപ്പോ ഒന്നുകൂടെ കാണിച്ചു തരാം. നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലൂടെ ഓപ്പൺ ചെയ്യുന്നത് റീസൈക്കിൾ ബിന്നിലോട്ട് മൗസ് വെച്ചു, മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തു, അതിൽ നിന്നും ഓപ്പൺ സെലക്ട് ചെയ്തു. അപ്പൊ ഇത് 2 മെത്തേഡാണ്. നമുക്ക് ഏതാണോ ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് ഏതാണോ എളുപ്പം ആ ഒരു മെത്തേഡ് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ബാക്കി ക്ലാസ്സുകൾ നമുക്ക് വരുന്ന
ദിവസങ്ങളിൽ ചെയ്യാം. എല്ലാവരും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ ലാപ്ടോപ്പ് വാങ്ങിയവർക്കൊക്കെ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അത്തലായില്ലേ, വളരെ സിമ്പിളാണ്, പ്രയാസമൊന്നുമില്ല. അപ്പോൾ ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് എളുപ്പമാകും, പ്രയാസമൊന്നും ആകത്തില്ല. അപ്പം വേറെ വിശേഷമൊന്നുമില്ല, ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ കമൻസ് ആയിട്ടൊക്കെ അറിയിച്ചു, സമയം പോലെ എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, ടാറ്റാ, ബൈ ബൈ.